അപ്പോൾ പരസ്യത്തിലേക്ക് കടക്കാം. ഈ ടൂർണമെന്റിന്റെ പ്രൈസ് പൂൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മഹത്തായ ഒരു പാവം പിടിച്ച ഒരു പയ്യൻ, നല്ലൊരു നീറ്റ് മനുഷ്യനാണ്. ഈഗിൾ ഗെയിമിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ് 1 lakh rupees ഫോർ ദ ടൂർണമെന്റ്. വളരെ നല്ല മനുഷ്യനാണ്. എല്ലാവരും പുള്ളിയെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഈഗിൾ ഗെയിമിംഗ്. താങ്ക് യു. ഓക്കെ, അപ്പം നമ്മുടെ അടുത്തൊരു ടീം എന്ന് പറയുന്നത്, അടുത്ത ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പ് ബി ആണ്. ഗ്രൂപ്പ് ബിയിലെ ഇസഡം, ടോക്കിയോ, ATU, BM, OG, TVA, SB, DX, MYA, CID ആണ്. ഞാനൊരു കാസ്റ്റർ ആയതുകൊണ്ട് എനിക്ക് ഫേവറേറ്റ് ടീമിനെ പറയാൻ പറ്റത്തില്ല. ഉറപ്പായിട്ടും നമുക്ക് മനസ്സിലുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. സോ വള്ളി ടീംസിനെ കാണാൻ കുറെ പേര് ചോദിക്കുന്നുണ്ട്. ടിവിയെ ജർമ്മൻ കണ്ണാപ്പി ഇതേ ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് കളിക്കുന്നു. ഡീമനൊക്കെ ഓൾറെഡി തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. സോ അവര് സോണിലേക്ക് റൊട്ടേറ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ സോണിൽ നല്ലൊരു പൊസിഷൻ പിടിക്കാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. TVX വള്ളി ടീം നോക്കുവാണെങ്കിൽ കില്ലുവ, വാറ്റുഗോഗു, ബോബോയ്, ജൂഡ്, അപ്പുക്കുട്ടൻ, ലോലൻ, ഡീമൻ, രായൻ, ജർമ്മൻ കണ്ണാപ്പി അടങ്ങിയ വള്ളി ടീംസ് TVക്ക് വേണ്ടിയിട്ട്, അതുപോലെ അമ്പത്തൂർ സിംഗം അടങ്ങിയ വള്ളി ടീംസ് TVക്ക് വേണ്ടിയിട്ട് കളിക്കുന്നുണ്ട്. TVയെ റെപ്രസെന്റ് ചെയ്ത് TVയുടെ വള്ളി ടീംസ് ആണ് ഇന്നത്തെ ഗ്രൂപ്പ് ബിയിൽ കളിക്കുന്നത്. ആൻഡ് നമുക്ക് നോക്കാം. 85 പ്ലേയേഴ്സ് അലവാണ്. പ്ലേയേഴ്സ് ഒന്നും കൂട്ടിമുട്ടിട്ടില്ല. കഴിഞ്ഞ വട്ടത്തെ പോലെയല്ല. കഴിഞ്ഞ സോണിൽ എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ കുറച്ച് ഫൈറ്റുകളൊക്കെ ഉണ്ടായി. ഓൾറെഡി എല്ലാം ഇതായിരുന്നു. പക്ഷേ ഈ വട്ടം കുറച്ച് ടീമുകളെല്ലാം സേഫായിട്ട് ഇറങ്ങി പലയിടത്തും. ഓക്കെ, ഇനി എല്ലാവരും കണ്ടുമുട്ടാനുള്ള ചാൻസസ് ഉണ്ട്. എല്ലാവരുടെയും അടുത്തോട്ടൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ ഓരോരോ അടുത്തടുത്തൊക്കെ ഉണ്ട്. മോട്ടൽ ബിൽഡിംഗ് നോക്കുകയാണെങ്കിൽ DX ഇവിടെ മോട്ടൽ ഹോൾഡ് ചെയ്യുന്നുണ്ട്. DXന്റെ അടുത്തേക്കാണ് നമ്മുടെ വള്ളി ടീംസ് എത്തിയിരിക്കുന്നു. DX വേഴ്സസ് വള്ളി ടീം. ഒരു ഫൈറ്റ് കാണാൻ പറ്റുമോ നമുക്ക് നോക്കാം. TVയുടെ ഫസ്റ്റ് ഫൈറ്റ് നമുക്ക് വള്ളി ടീംസ് ആയിട്ടുള്ള ഫൈറ്റ്. ഓക്കെ, സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് ഫയർ വന്നു ഓൾറെഡി. ഓക്കെ, രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും സ്പോട്ട് ചെയ്തിട്ടുണ്ട്. DX അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ടാഗ് കൊടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ടാഗുകൾ കൊടുക്കുന്നു. സോ DX അവിടെ സ്പോട്ട് ചെയ്തു. സോ ദേ ആർ റെഡി ടു ടേക്ക് ഫൈറ്റ്. രണ്ട് ടീമും ഒരുമിച്ച് ഒരു ഫൈറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് കടക്കുന്നു. TVA വേഴ്സസ് DX. വള്ളി ടീംസ് ആയിരിക്കുമോ DX ആയിരിക്കുമോ നമുക്ക് ഇതെടുക്കുന്നെന്ന് നോക്കാം. സോ വള്ളി ടീംസ് നല്ല ടാഗ് കൊടുക്കുന്നു. DX ബാബയ്ക്ക് നല്ല ടാഗ്. DX ലോക്കിക്കൊക്കെ നല്ല 2 ഹെഡിങ് അവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല ടാഗ് DXന് കൊടുക്കുന്നു. മാക്സിമം ടാഗ് കൊടുത്തുള്ള ശ്രമം. ഓക്കെ, ജർമ്മൻ കണ്ണാപ്പിയും കില്ലുയും അവിടെ നല്ല ടാഗ് കൊടുക്കുന്നു. DXലെ പ്ലേയേഴ്സിനൊക്കെ അത്യാവശ്യം നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം ഹീൽ ചെയ്യാനുള്ള ശ്രമത്തിലാണ്. നല്ല ടാഗ് കൊടുത്തിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. TVയുടെ സൈഡിൽ നിന്ന് കുറച്ചധികം ടാഗ് DXന് കൊടുത്തിട്ടുണ്ട്. ഡീമൻ കുറച്ച് അഗ്രസീവായിട്ട് മേളിൽ കയറി കളിക്കുന്നുണ്ട്. മേളിൽ കുറച്ച് ഓപ്പണിലാണ് ഡീമൻ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ലൂട്ട് ചെയ്യാനുള്ള ശ്രമം. ഡീമന് നല്ല അടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഡീമൻ അടി കിട്ടി. ഓൾറെഡി ഒരു 1 വേ ആംഗിളിൽ നിന്ന് നല്ല അടി കിട്ടുന്നുണ്ട്. ഡീമൻ നോക്കാനുള്ള ചാൻസസ് ഉണ്ടോ? ഇല്ല. ഡീമൻ താഴെ ഇറങ്ങിയതുപോലെ DXന്റെ പ്ലേയേഴ്സ് മേളിൽ കയറി കളിക്കുന്നുണ്ട്. സോ രണ്ട് സൈഡിൽ നിന്നും കവർ ഫയറോടുകൂടി ഒരു ബിൽഡിംഗ് ഏതെങ്കിലും ഒരു ടീം ഇനിഷ്യേറ്റീവ് എടുത്ത് പുഷ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. രണ്ട് ബിൽഡിങ്ങിൽ അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് ആംഗിൾസ് എടുത്ത് ഫസ്റ്റ് ഇനിഷ്യൽ നോക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. TVയും DXും ഒരു ഇനിഷ്യൽ നോക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് ആക്കുന്നു. അപ്പുക്കുട്ടനൊക്കെ നല്ല ടാഗ് കൊടുക്കുന്നുണ്ട് അവിടുന്ന്. ഡീമൻ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ട് മോൾട്ടോസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പ്രോബിൾസ് യൂസ് ചെയ്ത് കളിക്കുന്നു രണ്ട് ടീമും. ആൻഡ് DX വേഴ്സസ് TVA വള്ളി ടീം. നമുക്ക് നോക്കി നോക്കാം. TVയെ പുഷ് ചെയ്യാൻ, അഗ്രസീവായിട്ട് പുഷ് ചെയ്യാനുള്ള പ്ലാൻ തന്നെയാണ്. TVയെ പുഷ് ചെയ്യാനുള്ള പ്ലാൻ തന്നെയാണ്. നോ ബാക്ക് ഓഫ്, അഗ്രസീവായിട്ട് പുഷ് ചെയ്യാനുള്ള പ്ലാൻ ആണ്. 1 വേ ആംഗിൾ എടുത്ത് DX അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. DXന്റെ അടുത്തോട്ട് ചെന്ന് കയറി കൊടുക്കുക എന്നുള്ളൊരു തീരുമാനം തന്നെയാണ്. പുഷ് ചെയ്ത് പോവുക എന്നുള്ളൊരു തീരുമാനം തന്നെയാണ്. TVക്ക് ഓപ്പണിൽ ഡീമിനൊക്കെ വളരെ കൂളായിട്ട് വന്ന് പുഷ് ചെയ്യാനുള്ള ശ്രമം. ഇതൊരു ബിൽഡിംഗ് ടു ബിൽഡിംഗ് ഫൈറ്റ് ആവുന്നു. ബിൽഡിംഗ് പുഷ് ചെയ്ത് ഡീമൻ ഓൾറെഡി കയറി വന്നു. ഡീമന് എല്ലാവരുടെ സൈഡിൽ നിന്ന് അടി കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ഡീമൻ കില്ലു അവിടെ ആദ്യത്തെ നോക്കെടുക്കുന്നു. കില്ലു ആദ്യത്തെ നോക്കെടുക്കുന്നു. കില്ലു രണ്ടാമത്തെ ഫിനിഷ് ഒക്കെ. ഡീമൻ അവിടെ നോക്കാവുന്നു. ജർമ്മൻ കണ്ണാപ്പി ഒരു നോക്കെടുക്കുന്നു. ബോബോയ് ഒരു നോക്കെടുക്കുന്നു. വാറ്റുഗോഗു ഒരു നോക്കെടുക്കുന്നു. വാറ്റുഗോഗു അവിടെ നോക്കെടുക്കുന്നു. കില്ലു അടുത്ത നോക്കെടുക്കുന്നു. വളരെ കുറച്ച് പ്ലേസ് മാത്രം. നല്ലൊരു മോൾട്ടോവ് പോയി. കണ്ണാപ്പിയുടെ ഒരു മോൾട്ടോവിൽ ആ റിവൈവൽ ക്യാൻസൽ ആയിട്ടുണ്ട്. ജൂഡ് അവിടെ നോക്കാക്കുന്നു. ജൂഡ് അവിടെ ഒരാളെ 2 നോക്കെടുക്കുന്നു. ജൂഡ് അവിടെ 2 നോക്കെടുക്കുന്നു. TVക്ക് ഒരു തേർഡ് പാർട്ടി വരുന്നുണ്ടെന്ന് തോന്നുന്നു. TVA ഫിനിഷ്. DXനെ അവിടെ വൈപ്പ് ആക്കിക്കൊണ്ട്. പക്ഷെ ഡീമനെ നഷ്ടമാകുന്നുണ്ട് വള്ളി ടീംസിന്. ബാക്കി എല്ലാവരും കിട്ടി. ഡീമനെ അവിടെ ഫിനിഷ് ഓഫ് ചെയ്ത് കളഞ്ഞു.
ഒരു ക്ലീൻ അഗ്രഷൻ ഫ്രം TVX വള്ളി ടീംസ്. DXനെ അവിടെ കയറി ഫിനിഷ് ചെയ്തു ഓൺ ദ സെയിം സ്പോട്ട്. CID ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടി വന്നിട്ടുണ്ട്. ആൻഡ് CIDക്ക് ഇവിടെ CIDക്ക് അവർക്ക് പ്രിൻസസിനെ ഓൾറെഡി നഷ്ടമായിട്ടുണ്ടായിരുന്നു. 2 പ്ലേയേഴ്സിനെ CIDക്ക് നഷ്ടമായതാണ്. 8 പ്ലേയേഴ്സ് വെച്ചിട്ടാണ് തോന്നുന്നു CID കളിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം. വള്ളി ടീംസിന്റെ സൈഡിൽ നിന്ന് നല്ലൊരു അഗ്രഷൻ ആൻഡ് നല്ലൊരു സ്കോഡ് വൈബ് ബൈ TVX വള്ളി ടീംസ്. ആൻഡ് അവിടെ നിന്നൊരു നോക്ക് കൂടെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമയം രായനും ജർമ്മൻ കണ്ണാപ്പിയും ബോബോയും എല്ലാവരും ട്രൈ ചെയ്യുന്നുണ്ട് ഒരു നോക്ക് ഇട്ടിട്ട് CIDയെ പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാൻ അഡ്വാൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ CIDക്ക് 8 പ്ലേയേഴ്സും അതുപോലെ TVക്ക് 9 പ്ലേയേഴ്സും ആണെന്ന് തോന്നുന്നു. ഒരു 9 vs 8 ഫൈറ്റ് ആയിരിക്കും അവർ ഈ CID ഇത് കമ്മിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ. സോ കറന്റ്ലി ഒരു ടീമാണ് കംപ്ലീറ്റ്ലി വൈപ്പ് ഓഫ് ആയെന്ന് തോന്നുന്നു. 9 ടീമുകൾ ബാക്കിയുണ്ട്. 75 അലൈവും 9 ടീമും. അപ്പൊ ഇവിടെ ഉണ്ടോ? ഹലോ അപ്പൊ ഞാൻ മിണ്ടായിരിക്കും. കമന്റ് പറഞ്ഞോ? ഡീമൻ എവിടെ റവ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. അതൊന്ന് ചെക്ക് ചെയ്യണം. ഡീമൻ റവ് ആയോ അവിടെ? ഇല്ല, ഡീമൻ ഫിനിഷ് ആയിട്ടാണ് ഞാൻ കണ്ടത്. നല്ലൊരു മാസ്മരിക മോളോയിൽ നമ്മുടെ ഡീമൻ അങ്ങനെ പോയിരിക്കുകയാണ്. കണ്ണാപ്പിയുടെ മോൾട്ടോയിലാണല്ലോ പോയത്. അതെ, നൈസ് വൺ കണ്ണാപ്പി. DXനെ പിക്ക് കൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണാപ്പി ഡീമിനെ സ്വന്തമായി പിക്ക് എടുത്തിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ CIDയുടെ 2 പ്ലേയേഴ്സിനെ നഷ്ടപ്പെട്ടിട്ട് പോലും CID ഇവിടെ ഒരു അഗ്രഷൻ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ബട്ട് അവർക്ക് ഒരു എൻട്രി കിട്ടുന്നില്ല. ഇത് ഓപ്പൺ ഗ്രൗണ്ട് ആണ്. സോ അവർക്ക് ഒരു ക്രോസ് ചെയ്യണമെങ്കിൽ തന്നെ ഓൾറെഡി നമ്മുടെ വള്ളി ടീം അവിടെ അവരെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഫയറിംഗ് വന്നതുകൊണ്ട് തന്നെ ഓക്കെ CID ഇവിടുന്ന് ഫോൾ ബാക്ക് ചെയ്യാണ്. മേ ബി അടുത്തൊരു സോണിലോട്ടായിരിക്കും സ്പൈ. ആൻഡ് ഇവിടെ നോക്കുവാണെങ്കിൽ MYA ഇവിടെ അത്യാവശ്യം നല്ലൊരു പൊസിഷൻ എടുത്ത് നിൽപ്പുണ്ട്. തൊട്ട് മോളിൽ TVA വന്നിരിക്കുന്നു. TVA vs MIA നടക്കാനുള്ള ചാൻസ്. MIAക്ക് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. മേളിൽ നിന്ന് പെരുന്നാൾ അടിച്ചോടിച്ചു. TVA vs MIA നടക്കാനുള്ള ചാൻസ്. MIAക്ക് ഇപ്പം സെന്റർ ബിൽഡിംഗിൽ നിന്നും അടി കിട്ടും, പിരമിഡിൽ നിന്നും അടി കിട്ടും. TVA vs MIA 2 സൈഡിൽ നിന്ന് അടിയിട്ടു. മൊളറ്റോസ് ഒക്കെ ഇടുന്നു. കോച്ചിന്റെ അവിടെ മൊളറ്റോ. കോച്ച് സ്വന്തം തലയ്ക്ക് തന്നെ മൊളറ്റോ ഇട്ടിട്ട് കത്തി ചാവാൻ പോയില്ല. തിരിച്ചോടുന്നു പുള്ളി. PUBG പട്ടാളത്തിലെ മൊളറ്റോ ആണെന്ന് കരുതി പുള്ളി നേരെ ആകാശത്തോട്ടെറിഞ്ഞാണ്. കയ്യിലിരുന്ന് തീവത്തി. ബോബോയ് എന്തോ വലിച്ച് താഴോട്ടെറിഞ്ഞ്. മൊളറ്റോ ആണ്. പക്ഷെ മൊളറ്റോ അവിടെ എത്തിയില്ല. അത്രയും ലോങ് റേഞ്ചിലേക്ക് മൊളറ്റോസ് എറിയാൻ പറ്റത്തില്ല. നോക്കാം, അവർ കുറച്ച് അഗ്രഷൻ കാണിക്കുന്നില്ല. അഗ്രഷൻ കാണിക്കാതെ തന്നെ അവർ ആ ഹൈറ്റ് അഡ്വാൻറ്റേജിൽ വെച്ച് കളിക്കുകയാണ് TVA. ആൻഡ് ഇവിടെ നോക്കുകയാണെങ്കിൽ MIA സോണിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ട്രൈ നടത്തിക്കൊണ്ടിരിക്കുന്നു. MIA നേരെ പോകുന്നത് TVയുടെ അടുത്തോട്ടാണോ? അതെ, TVയുടെ അടുത്തോട്ടാണ്. MIA vs TVA കളിക്കുന്നത്. TVയുടെ OG ഗ്യാങ് ഡ്രസ്, ടർഫ് ഡ്രസ് ഇട്ടാണ് TVA വള്ളി ടീംസ് കളിക്കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. TVA vs MIA നടക്കാനുള്ള ചാൻസ്. ആൻഡ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ടാഗ് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ടാഗ് കൊടുക്കുന്നുണ്ട്. ഒരു ഇനീഷ്യൽ പിക്കിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. MIAക്ക് ഒരു എൻട്രി കിട്ടാൻ വേണ്ടിയിട്ട് സോണിലേക്ക്. സോ എല്ലാ ടീമും MIAയും അതുപോലെ TVയെയും അതുപോലെ തന്നെ അവിടെ OG vs ടോക്കിയോ ഡോൺ വിക്രമിനെ അങ്ങനെ ഫിനിഷ് ഓഫ് ആക്കി വിടുന്നു. ഡോൺ വിക്രം അവസാനം ഗീവ് അപ്പ് ചെയ്യുന്നു. ടീമിന് വേണ്ടി ഫൈറ്റ് ചെയ്ത് ഒരു പോരാളിയായി മാറുന്നു ഡോൺ വിക്രമിനെ അവിടെ ഫിനിഷ് ചെയ്ത് വിടുന്നു. ആദ്യമേ വൈപ്പ് ആവേണ്ട ഡോൺ വിക്രം ടീമിന് 6ാം സ്ഥാനം നേടിക്കൊടുത്തിരിക്കുന്നു. ഒരു സർവൈവൽ ഗെയിം എന്നുള്ള രീതിയിൽ സർവൈവ് ചെയ്യുക, ടീമിന് പോയിന്റ് മേടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഡോൺ വിക്രം പറ്റുന്നത് അത്രയും ഹോൾഡ് ചെയ്തു. വെരി വെൽ പ്ലേഡ് ബ്രോ. ആൻഡ് ലാസ്റ്റ് 5 ടീംസ് 40 പേര് എലൈവ്. ഈ ഒരു സോണിൽ 40 പേരും എലൈവാണ്. ആൻഡ് ഇസഡമിൽ ഒരു പ്ലെയർ ഓൾറെഡി ഡെഡ് ആണ്. ആൻഡ് MIA vs TVA അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റുകളൊക്കെ എടുത്തോണ്ടിരിക്കുന്നു. കയ്യിലുള്ള ബുള്ളറ്റ് അൺലിമിറ്റഡ് ബുള്ളറ്റ് അല്ലാത്തത് കൊണ്ട് കയ്യിലുള്ള യൂട്ടിലിറ്റീസ് നോക്കേണ്ടത്
ടീമുകളുടെ എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. സോ നിങ്ങൾ കളിക്കുന്ന സമയത്ത് ഡു ചെക്ക് യുവർ യൂട്ടിലിറ്റീസ്, അതുപോലെ ബുള്ളറ്റ് ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളെല്ലാം എടുത്തു വെക്കണം. ആൻഡ് സി ഐ ഡി ഇവിടെ ബാക്കിൽ നിന്ന് പയ്യെ സോണിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ആൻഡ് പക്ഷെ അടുത്തൊരു സോൺ അവർക്കില്ല. അടുത്ത സോണിലേക്ക് സി ഐ ഡിക്ക് മൂവ് ചെയ്ത് എൻ്റർ ആയേ പറ്റത്തുള്ളൂ. സി ഐ ഡിക്ക് പ്ലെയർ അഡ്വാൻറ്റേജ് ഭയങ്കര കുറവാണ്. ഓ സോൺ നോക്കുകയാണെങ്കിൽ ടി വി ഐക്ക് സോൺ വന്നിരിക്കുന്നു. ടി വി ഒക്കെയാണ് സോൺ വന്നിരിക്കുന്നത്. വേറെ ഒരു പ്ലേയേഴ്സും സോണിനകത്തില്ല. ടി വി ഒക്കെയാണ് സോൺ എടുത്തു കൊടുത്തിരിക്കുന്നത് ടി വിക്ക്. ബാക്കി എല്ലാ പ്ലേയേഴ്സും സോൺ ഔട്ടാണ്. ടി വി ഒക്കെയാണ് ഫൈനൽ സർക്കിൾ സോൺ വന്നിരിക്കുന്നത്. ഇവിടെ സി ഐ ഡി വേഴ്സസ് ഇസഡമിലെ ഒരു പ്ലെയർ സി ഐ ഡി ഒരു കൗണ്ടർ നോക്കിയിട്ടുണ്ട്. ഇസഡം അടുത്തൊരു നോക്കിയിട്ടുണ്ട്. സി ഐ ഡി ജപ്പാൻ ജോണി അവിടെ പുഷ് ചെയ്യുന്നു. ഇസഡമിന് കയ്യിൽ ഗണ്ണ് ഇതുവരെ വന്നിട്ടില്ല. ഗണ്ണ് എടുക്കുന്നതേ ഉള്ളൂ. ഗണ്ണ് എടുത്തിട്ടില്ല. റീലോഡ് ആയിരുന്നു. ഗണ്ണ് എടുത്ത് വെടി വെക്കുന്നു. ജപ്പാൻ ജോണി അവിടെ നോക്കിട്ടു. പക്ഷേ ജപ്പാൻ ജോണിയെ കൗണ്ടർ നോക്കിട്ടു. ഇസഡം അപ്പം തന്നെ ഫിനിഷ് ചെയ്ത് വെക്കുന്നു. ആൻഡ് അവിടുന്ന് നല്ല ടാഗ് റിവൈവൽ കണ്ടോണ്ടിരിക്കുന്നു. വാറ്റ് പോകും. അവിടുന്ന് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. അവിടെ റിവൈവൽ നടന്നു. അത്രയും ദൂരം റേഞ്ച് ഇല്ല. ആൻഡ് നമുക്ക് നോക്കാം. ഇസഡം അവിടെ ടീമുകളൊക്കെ ഇതാക്കിയിട്ടുണ്ട്. ആൻഡ് ടി വിക്ക് ഒരു പുഷ് വന്നിട്ടുണ്ട്. അവിടുന്ന് ടി വിക്ക് അവിടെ ഒരു പുഷ് വന്നു. MIA versus TVA. കില്ലോ അവിടെ നിന്ന് ഒറ്റയ്ക്ക് അടിക്കുന്നുണ്ട്. കില്ലോയ്ക്ക് നല്ല ടാഗ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. TVA versus MIA പുഷ് ചെയ്ത് എത്തി അവിടെ. ഓ MIA ഒരു പ്ലെയർ സോണിൽ വീണ്. ബോബോയ് ജർമ്മൻ കണ്ണാപ്പി ഒരു പിക്ക്. ബോബോയ് ഒരു പിക്ക്. അമ്പത്തൂർ ഒരു പിക്ക്. ജൂഡ് ഒരു പിക്ക്. കില്ലോ ഒരു പിക്ക്. നമുക്ക് നോക്കാം. ടിവിയുടെ ആരും ഡൗൺ ആയിട്ടില്ല അവിടെ ഇതുവരെ. ആ ലോലൻ ഒരു പിക്ക്. അവിടെ ബോബോയ് ഡൗൺ ആയി. ബോബോയെ ഫിനിഷ് ചെയ്തു. ആ ലോലൻ അടുത്തൊരു ഇതാക്കിയിട്ടുണ്ട്. ടി അവിടെ ഒരു ടീമിനെയും കൂടെ വൈപ്പ് ചെയ്തു. 3 ടീം മാത്രം ബാക്കി. ഓജി ആ കറക്റ്റ് സമയത്ത് തേർഡ് പാർട്ടി അടിച്ചിട്ടുണ്ട്. ടി വി അവിടെ ഒരു ഫൈറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് അടുത്തൊരു ഫൈറ്റിനുള്ള ടൈം കിട്ടില്ല. അതിന് മുമ്പ് തന്നെ ഓജി അവിടെ തേർഡ് പാർട്ടി അടിച്ചു. ഓജി അവിടെ ഒരു തേർഡ് പാർട്ടി. ഓജി ടി വിയെ 2 ടീമിന്റെ സൈഡിലേക്ക് ഒന്ന് സാൻഡ്വിച്ച് ആയിട്ടുണ്ട്. 2 ടീമിന്റെ സൈഡിൽ നിന്നുള്ള ഫൈറ്റ് വരുന്നു. ഓജി അവിടുന്ന് പുഷ് ചെയ്യുന്നു. ഒരു സൈഡിൽ നിന്ന് ഓജിയും. ഓക്കെ അവിടെ വാറ്റുപോക്ക് ഡൗൺ ആയി. വാറ്റുപോക്ക് നോക്ക്ഡായി. 2 സൈഡിൽ നിന്നും സാൻഡ്വിച്ച് ആയി. ഓജി കറക്റ്റ് സമയത്തുള്ള ഒരു പുഷ്. 2 സൈഡിൽ നിന്നും നല്ല പുഷ് വരുന്നുണ്ട് ടി വിക്ക്. ആൻഡ് അവിടെ അപ്പുക്കുട്ടൻ അവിടെ ആയി. ഓജി അർജുനനാണ് അപ്പുക്കുട്ടനെ എടുത്തിരിക്കുന്നത്. 2 സൈഡ് സ്മോക്ക് ഇട്ടിട്ടുണ്ട്. ഇസ്തഡമിന്റെ സൈഡിൽ നിന്ന് നല്ലൊരു കളി. ഓജി അർജുന അപ്പുക്കുട്ടനെ ഫിനിഷ് ഓഫ് ചെയ്ത് കളയുന്നു. ഓക്കെ ലോലൻ അവിടെ നോക്കായി. ഓജിയുടെ വക അടുത്തൊരു പിക്ക്. ലോലൻ അവിടെ നോക്കായിട്ടുണ്ട്. ആൻഡ് അവിടെ അടുത്തൊരു അമ്പത്തൂർ സിംഗ് അവിടെ നോക്കായിട്ടുണ്ട്. വാറ്റ് ഗോകുവിനെ ഫിനിഷ് ഓഫ് ചെയ്ത് വിടുന്നു. അമ്പത്തൂർ 2 സൈഡിൽ നിന്ന് യൂട്ടിലിറ്റികൾ വരുന്നു. 2 സൈഡിൽ നിന്ന് യൂട്ടിലിറ്റി തീയും എല്ലാം വരുന്നുണ്ട്. 2 സൈഡിൽ നിന്ന് ഫൈറ്റ്. ഒരു സൈഡിൽ നിന്ന് പോലും കവർ എടുക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. 2 സൈഡിൽ നിന്നും സാൻഡ്വിച്ച് ആയിട്ടുണ്ട്. ഓജി വേഴ്സസ് ഇസഡം വേഴ്സസ് ടിവി ഇൻ ദ ഫൈനൽ സർക്കിൾ ഓഫ് ദ സെക്കൻഡ് മാച്ച്. 23 പേരല്ലേവാണ് ഈ ഒരു ഫൈനൽ സർക്കിളിൽ. ആൻഡ് അവിടെ നോക്കിയ രായൻ വീണു. ലോലൻ വീണു. ലോലൻ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. രായനെ നോക്കാക്കിയിട്ടുണ്ട്. കില്ലോ അവിടെ കിടക്കുന്നു. പക്ഷെ കില്ലോ നോക്കായി. ആൻഡ് ടിവിയെ എലിമിനേറ്റ് ആവാനുള്ള ഒരു പ്ലെയർ കണ്ണാപ്പി മാത്രം ബാക്കി. ആൻഡ് ടി വി എലിമിനേറ്റ് 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. 17 പേര് അലൈവായിട്ടുണ്ട്. 2 പ്ലേയേഴ്സ് മാത്രം ബാക്കി. കറക്റ്റ് സമയത്ത് ഇസഡം തേർഡ് പാർട്ടി അടിച്ചു കഴിഞ്ഞാൽ ഓജിയുടെ സൈഡിൽ നിന്ന് ഈ ഗെയിം എടുക്കാൻ പറ്റും. നമുക്ക് നോക്കി നോക്കാം. 2 ടീമുകൾ മാത്രം ബാക്കി. 17 പേര് അലൈവ്. രണ്ടാമത്തെ മാച്ച് അങ്ങനെ ഓജി കൊണ്ടുപോകുന്നു. അപ്പൊ പരസ്യത്തിലേക്ക് കടക്കാം. ഈ ടൂർണമെന്റിന്റെ പ്രൈസ് പൂൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മഹത്തായ ഒരു പാവം പിടിച്ചൊരു പയ്യൻ, നല്ലൊരു നീറ്റ് മെൻഷനാണ്. ഈഗിൾ ഗെയിമിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ് 1 lakh rupees ഫോർ ദ ടൂർണമെന്റ്. വളരെ നല്ല മെൻഷനാണ്. എല്ലാവരും പുള്ളിയെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഈഗിൾ ഗെയിമിംഗ്. താങ്ക് യു. അതുപോലെ ടി വിയെ എല്ലാം ഉണ്ട്. ടി വിയെ ഒന്ന് സ്പെക്ക് ചെയ്യുക. ഓജി കഴിഞ്ഞ മാച്ച് കൊണ്ടുപോയത് ഓജിയാണ്. അതുപോലെ അതിരടി യൂണിറ്റ് എല്ലാ ടീമുകളും ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, കറന്റ് ഒരു ഫൈറ്റ് എങ്ങും ഇനിഷ്യേറ്റ് ആയിട്ടില്ല. കറന്റ് എല്ലാവരും ലൂട്ടിങ്ങിലും അതേപോലെ തന്നെ സോൺ പൊസിഷൻ സെക്യൂറിങ്ങിലും ബിസി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും കറന്റ് അവരുടെ എന്താ പറയുക ലൂട്ടെല്ലാം സെക്യൂർ ആക്കിയിട്ട് ഇവിടുന്ന് മൂവ് ചെയ്യാനുള്ളൊരു പരിപാടിയാണെന്ന് തോന്നുന്നു. സോ കറന്റ് ടി വി നോക്കുകയാണെങ്കിൽ ജയിലിൽ ആ ഒരു ഏരിയയിലാണ് ടി വി ഇറങ്ങിയിരിക്കുന്നത്. അവർ സ്പ്ലിറ്റായിട്ട് ലൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കറന്റ്. അവർക്ക് ലൂട്ടെല്ലാം സെക്യൂർ ആയിട്ട് ഇവിടുന്ന് അവർ മൂവ് ചെയ്യുന്നതായിരിക്കും. ബട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ബൈ ഫൂട്ടിലാണ് മൂവ് ചെയ്യേണ്ടത്. സോ സോണിൻ്റെ എഡ്ജിൽ നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സോണിൻ്റെ സെൻറ്ററിലോട്ട് വരിക, അല്ലെങ്കിൽ ഒരു ഹാർഡ് ഷിഫ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ബൈ ഫൂട്ടിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടിയിരിക്കുന്നു. അത് മൈൻഡിൽ വെച്ചിട്ട് വേണം എപ്പോഴും നിങ്ങൾ ഈ ഒരു മാച്ചിൽ കളിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സാൻഡി ഏരിയയിൽ കറൻ്റ്ലി ഉള്ള ടീം
SMB ആണ്, അതേപോലെ തന്നെ TVA ഒരു എഡ്ജിലുണ്ട്, അതേപോലെ തന്നെ വേറെ ടീമുകളും എഡ്ജുകളിലാണ്. എല്ലാവരും അവിടുന്ന് ഒരു സോൺ റൊട്ടേഷനിലോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി 3 മിനിറ്റ് 32 സെക്കൻഡിലാണ് ആദ്യത്തെ സോൺ ഷിഫ്റ്റ് വരാൻ പോകുന്നത്. BM ഇപ്പോൾ അവരുടെ ലെഫ്റ്റ് ആംഗിളിലോട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കറന്റ് അഡ്വാൻറ്റേജ് വന്നിരിക്കുന്നത് CIDക്കാണ്. CID അവരുടെ റൈറ്റ് ആംഗിൾ കറങ്ങി വന്നിരിക്കുന്നു. BM-നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരുടെ ഫൈറ്റിൽ കമ്മിറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഫൈറ്റ് എടുക്കാൻ തന്നെയാണ് തീരുമാനം. BM വേഴ്സസ് CID ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. CID എല്ലാവരും കറങ്ങി അവരുടെ റൈറ്റ് സൈഡിൽ വന്നിട്ടുണ്ട്. BM മിച്ചു പോപ്സ് കുറച്ചും കൂടെ സേഫ് ആയിട്ടുള്ള ഒരു ആംഗിളിലേക്ക് വന്നു. ആൻഡ് ഈ ഒരു ആംഗിളിൽ വന്ന ഒരു ഫൈറ്റ് എടുക്കാൻ, അതായത് TVയിൽ ജൂഡ് അവിടെ വീണ് ATU വേഴ്സസ് TVM അവിടെ നടക്കുന്നുണ്ട്. ജൂഡ് അവിടെ നോക്കലാണ്. ആൻഡ് BM മിച്ചു പോപ്സ് CID നോക്ക് കിട്ടിയിട്ടുണ്ട്. BM ആദ്യത്തെ നോക്ക് എടുത്തിട്ടുണ്ട്. ജൂഡിനെ ഫിനിഷ് ഓഫ് ആക്കി വിട്ടിട്ടുണ്ട്. അതിരടി യൂണിറ്റിലെ ഒരാൾ ജൂഡിനെ ഒറ്റയ്ക്കാക്കുന്നു കിട്ടുന്നു. ആൻഡ് അവിടെ ഡീമനെ വീണിട്ടുണ്ട്. ATU കിണ്ണൻ അവിടെ ഡീമനെ അടിച്ചിട്ടുണ്ട്. അതുപോലെ വാറ്റ് ഗോഗു അവിടെ ഫിനിഷ് വീണിട്ടുണ്ട്. ആൻഡ് അതിരടി യൂണിറ്റ് വേഴ്സസ് TVA അവിടെ ഇനിഷ്യലി TVക്ക് ഒരുപാട് കാഷ്വാലിറ്റി. ബോബോയ് അവിടെ ഒരു പിക്ക്. ബോബോയ് ഡീമൻ അവിടെ ഫിനിഷ് ഓഫ് ആക്കി വിടുന്നു. ആൻഡ് ബോബോയ് അവിടെ ബോബോയ് അവിടെ നോക്കായിട്ടുണ്ട്. ബോബോയ് അവിടെ നോക്കായി. ആൻഡ് അപ്പുക്കുട്ടൻ അവിടെ നോക്കായി. ജർമ്മൻ കണ്ണാപ്പി ഒരു നോക്ക് ഇട്ടിട്ടുണ്ട്. ജർമ്മൻ കണ്ണാപ്പി രണ്ട് നോക്ക് ഇട്ടിട്ടുണ്ട്. ആൻഡ് കില്ലുവ അവിടെ കില്ലുവയും എല്ലാവരും കൂടെ ചേർന്ന് അടിക്കുന്നുണ്ട്. നോക്കാം. ജർമ്മൻ കണ്ണാപ്പി അടുത്തൊരു നോക്ക് ഇട്ടിട്ടുണ്ട്. ജർമ്മൻ കണ്ണാപ്പി വിത്ത് 3 നോക്സ്. ആൻഡ് ലോലൻ മാത്രം തോന്നുന്നു ബാക്കി. ലോലനും കൂടി ഉള്ളില്ല. ലോലൻ നോക്കായി. അവിടെ രായനും ജർമ്മൻ കണ്ണാപ്പി മാത്രം ബാക്കിയുള്ളൂ. ഒരു 2 vs 3 സിറ്റുവേഷൻ ആണ്. ആൻഡ് അവിടെ ഒരു റിവൈവൽ നടന്നില്ല. ജർമ്മൻ കണ്ണാപ്പി അവിടെ ഒരു റിവൈവലിന് പോയതാണ്, നടന്നില്ല. ആൻഡ് രായൻ മാത്രം ബാക്കി. ഒരു പ്ലെയർ മാത്രം ബാക്കി. 1v3 സിറ്റുവേഷനിലായി. രായൻ ഹീൽ ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടില്ല. രായൻ നല്ലൊരു നോക്ക്. 1 HP അവിടെ ഒരു നല്ല നോക്ക് എടുത്തിട്ടുണ്ട്. രായൻ അവിടെ അടുത്തൊരു രായനെ അവിടെ ഫിനിഷ് ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. രായൻ തിരിഞ്ഞൊരു അടി കൊടുക്കാനുള്ള ശ്രമം രായൻ, പക്ഷെ അവിടെ അടിക്കാൻ പറ്റില്ല. പക്ഷെ അവിടെ ഒരാളെ നോക്ക് അവിടെ റിവൈവൽ ചെയ്തിരിക്കുന്നു. രായൻ അവിടെ നിന്ന് ഒരു 1v3 സിറ്റുവേഷൻ ആയിരിക്കുന്നു. രായൻ എന്നിട്ട് ഒരു നോക്ക് കൂടി ഇട്ടതിന് ശേഷമാണ് രായൻ വീണത്. അവിടെ TVA വൈപ്പായിട്ടുണ്ട്. TVA അവിടെ വൈപ്പാക്കി. അതിരടി യൂണിറ്റ് നല്ലൊരു പുഷ് ഫ്രം അതിരടി യൂണിറ്റ്. TVA അവിടെ വൈപ്പാക്കിയിട്ടുണ്ട്. നല്ലൊരു ട്രൈ ഫ്രം രായൻ. ഇവിടെ നോക്കുകയാണെങ്കിൽ 19 കിൽ പോയിന്റ്സ് ആയിട്ട് ടോക്കിയോ ആണ് 25 പോയിന്റ്സ് ഇവിടെ സെക്യൂർ ചെയ്ത്. ഏറ്റവും കൂടുതൽ പോയിന്റ് ഈ ഒരു ഇതിനകത്ത് സെക്യൂർ ചെയ്തിരിക്കുന്നത്. 19 കിൽ പോയിന്റ് ആയിട്ട് 25 കിൽ പോയിന്റ്. അത് തൊട്ട് താഴെ നോക്കിയാൽ #1 ആണ് നമ്മുടെ OG 23 പോയിന്റ്സ് ആണ് സെക്യൂർ ചെയ്തിരിക്കുന്നത്. ആൻഡ് #3 നോക്കുകയാണെങ്കിൽ SMB ആണ്. 1 കില്ലോട് കൂടിയാണ് അവര് വന്നിരിക്കുന്നത്. DX നോക്കുകയാണെങ്കിൽ #4 ആൻഡ് #5 നോക്കുകയാണെങ്കിൽ അതിരടി യൂണിറ്റ് ആണ്. #5 #6 നോക്കുകയാണെങ്കിൽ MIA ആണ്. #6 #7 CID #8 ZM. BM നോക്കുകയാണെങ്കിൽ 9 #9 ആണ് BM. ആൻഡ് #10 TVA ആണ് ആദ്യം ഈ ലോബിന്ന് വൈപ്പ് ആയതെന്ന് തോന്നുന്നു. #10 ആണ് TVA. സോ 0 കിൽസ് കിട്ടിയിട്ടില്ല അല്ലേ? അത് ബഗ്ഗാണോ അതോ ബഗ്ഗുണ്ടോ? A2ന്റെ കേറിയിട്ടില്ലല്ലോ. A2 വൈപ്പ് ചെയ്തല്ലേ? TVനെ വൈപ്പ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ ലോഗ് വെച്ചിട്ട് ഇതാക്കാം. ഓക്കെ, അപ്പൊ സ്റ്റിൽ അതിനകത്ത് ബഗ് ഉണ്ട് ഗൈസ്. അപ്പൊ അത് മാനുവലി നമ്മൾ എൻ്റർ ചെയ്യും. ആ ഒരു ഇഷ്യൂ നാളത്തെ മാച്ചിൽ തന്നെ നമ്മൾ ഫിക്സ് ആക്കാം. ഇതിലും ബഗ് ഉണ്ട്. അപ്പൊ എന്തായാലും ഡീറ്റെയിൽസ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് ഉടനെ തന്നെ സെർവർ റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അപ്പൊ പരസ്യത്തിലേക്ക് കടക്കാം. ഈ ടൂർണമെന്റിന്റെ പ്രൈസ് പൂൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മഹത്തായ ഒരു പാവം പിടിച്ച ഒരു പയ്യൻ, നല്ലൊരു നീറ്റ് മെൻഷനാണ്. ഈഗിൾ ഗെയിമിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ് 1 lakh rupees ഫോർ ദ ടൂർണമെന്റ്. വളരെ നല്ല മെൻഷനാണ്. എല്ലാവരും പുള്ളിയെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഈഗിൾ ഗെയിമിംഗ്. താങ്ക് യു. കറന്റ് TVക്ക് 27 പോയിന്റ് ഉണ്ട്. അറിഞ്ഞൂടാ ബ്രോ പോയിന്റ് ടേബിൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. സോ ക്രൂഷ്യൽ മാച്ച് ഫോർ ഗ്രൂപ്പ് ബിയിലെ എല്ലാ മെമ്പേഴ്സിനുമുള്ള ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മാച്ചാണ്. അവർക്ക് ടീം സെമി ഫൈനൽസിലേക്ക് ക്വാളിഫൈ ചെയ്യണമെങ്കിൽ ഈ ഒരു കളി ഭയങ്കര OG ഓൾറെഡി എന്തായാലും ഗ്രൂപ്പ് ബിന്ന് ക്വാളിഫൈഡ് ആണ്. ആൻഡ് ബാക്കി 3 ടീംസിന്റെ കാര്യത്തിൽ ഈ ഒരു മാച്ച് ഡിസൈഡ് ചെയ്യും. സോ ഈഗിൾ എക്സ് എക്സലൻസ് റാംപേജ് GTA 5 PvP ടൂർണമെന്റിന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മാച്ച് ഡേ 1 അതുപോലെ തന്നെ ഗ്രൂപ്പ് ബിയിലെ 3ാമത്തെ മാച്ചും. ലെറ്റ്സ് ഗോ. സോ അവർ സോണിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ TVA വേഴ്സസ് MIA നടക്കാനുള്ള ചാൻസുകളെല്ലാം ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം. TVA വേഴ്സസ് MIA. DX ഗേറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. സോ അത് TV 54 സിംഗും അവിടെ ഒരു നോക്ക് ഫിനിഷ് എടുത്തിരിക്കുന്നു.
ആ കില്ലു അടുത്തൊരു നോക്കിട്ടേക്കുന്നു. കില്ലു TV vs SMB അവിടെ വാറ്റ് ഗോകു അടുത്തൊരു നോക്കിട്ടേക്കുന്നു. വാറ്റ് ഗോകുന്റെ ഒരു ഉഗ്രൻ നോക്ക്. കോച്ച് അവിടെ അടുത്തൊരു കില്ലോട് സെക്യൂർ ചെയ്യുന്നു. ജൂഡ് അവിടെ വീഴുന്നു. SMB വാറ്റ് ഗോകുന്റെ അടുത്തൊരു നോക്ക്. വാറ്റ് ഗോകുന്റെ കംബാക്ക് ആണോ? വാറ്റ് ഗോകു അടുത്തൊരു കില്ല് സെക്യൂർ ചെയ്തിരിക്കുന്നു. വാറ്റ് ഗോകു TVA വള്ളി ടീം വാറ്റ് ഗോകുന്റെ വക 2 കില്ല്. മാമൻ സബ്ബായി വന്നു. വാറ്റ് ഗോകുന്റെ അടുത്ത നോക്ക്. 3ാമത്തെ നോക്ക് വാറ്റ് ഗോകുന്. 4ാമത്തെ നോക്ക് വാറ്റ് ഗോകുന്റെ ദൈവക്കളി. മാമന്റെ അടുത്തൊരു നോക്ക്. അമ്പത്തൂരിന്റെ അടുത്തൊരു നോക്ക്. ലോലന്റെ അടുത്തൊരു നോക്ക്. TVA ലോലൻ അമ്പത്തൂർ അത് ഫിനിഷ് ഓഫ് വിടുന്നു. ലോലൻ അത് ഫിനിഷ് ആക്കി വിടുന്നു. വാറ്റ് ഗോകു ഡീമൻ ഫിനിഷിംഗ് ഓഫ് വാറ്റ് ഗോകു. എന്തൊരു അടി അടിച്ച് ഗോകുനെ വിളിച്ച് പീസ് ചെക്കാണ്. അവന് PC ഒക്കെയാണ്. അവ വർഷങ്ങളായി കളിച്ചിട്ട്. ഞാൻ റെഡി അപ്പൊ പോടെ. ഇതൊന്നും ശരിയല്ല. ഇതൊന്നും നടക്കത്തില്ല. ഇത് ഇങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്ത ഇനി എന്തൊക്കെ താളം കേൾക്കണം. PC ചെക്ക് വേണം. TV എടുത്തോണ്ട് അടുത്തൊരു സ്കോർ പുഷ് ചെയ്ത് വരുന്നു. MYA പക്ഷേ ആ ഒരു ഫൈറ്റ് എടുക്കാതെ അവർ താഴോട്ട് പോകാനാണ് പ്ലാൻ തോന്നുന്നു. TVക്ക് ഒരു കാഷ്വാലിറ്റി പോലും ഇല്ലാതെ ഒരു ഫുൾ സ്ക്വാഡിനെ വൈപ്പ് ചെയ്തിരിക്കുന്നു. വാറ്റ് ഗോകു ഞാൻ ഒരു 10,000 രൂപ പെറ്റ് വെച്ചായിരുന്നു. അതും പോയി കേട്ടാ. 1v3 ഞങ്ങളെ അടിച്ചാൽ ഞാൻ 10,000 രൂപ വരാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അത് പോയി. ടൂർണമെന്റ് എക്സ്പെൻസ് കൂടി വരുന്നേ സ്പോൺസറിന്. നമുക്ക് പറയാം കൂട്ടത്തോടെ അടിച്ചത് പറയാൻ നമുക്ക് ഒഴിവാക്കാത്. എക്സ്പെൻസ് ഉണ്ടെങ്കിൽ പരസ്യം ഉണ്ടല്ലോ. പരസ്യം മാത്രമേ ഉള്ളൂ ഇപ്പോ. ആൻഡ് വാറ്റ് ഗോകു അടക്കുന്ന വള്ളി ടീംസ് അവിടെ ഒരു നല്ലൊരു സ്കോഡ് വൈപ്പെടുത്തിരിക്കുന്നു. 9 ഒരു ടീമിന് ആദ്യത്തെ ടീമാണ് വൈപ്പാവുന്നത്. അതെ ഫ്രണ്ടിൽ നിന്ന് വേറെ ടീം എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ഒരു ഫൈറ്റ് എടുക്കണം. കില്ലോ അവിടെ ATU കണ്ണനെ എടുത്തിരിക്കുന്നു. കിണ്ണൻ കില്ലോ DX അവിടെ കില്ലോ അതിന്റെ ഇടയ്ക്കൂടെ ഒരു കില്ല് സെക്യൂർ ചെയ്തിട്ടുണ്ട്. TVX വള്ളി ടീംസ് അത്രയും ദൂരത്തുനിന്ന് ഒരു കില്ല് സെക്യൂർ ചെയ്തു കോച്ച്. ടോക്കിയോ സോ വള്ളി ടീംസ് ഒരു കില്ലും കൂടെ സെക്യൂർ ചെയ്യുന്നു. ആൻഡ് ടോക്കിയോ വേഴ്സസ് MYA ആണോ ഇസഡം? ടോക്കിയോ വേഴ്സസ് ഇസഡം. TVA ഫുൾ അലൈവ് ആണ് ബ്രോസ്. TVA ഫുൾ അലൈവ് ആണ്. 10 പേര് അലൈവ് ആണ്. ജൂഡ് ഫിനിഷ് ആയോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. ജൂഡിനെ ഫിനിഷ് ആക്കിയായിരുന്നോ? ഇല്ല നോക്കായിരുന്നല്ലേ. ഓക്കെ. OG ഇസഡമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അവർ ആ ഒരു ട്രിഗർ ഡിസിപ്ലിൻ പാലിച്ച് അവരവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അവർ മേ ബി ഒരു 3rd കൺസിക്യൂട്ടീവ് #1 വേണ്ടി ട്രൈ ചെയ്യായിരിക്കാം. അത് മാത്രമല്ല അവർക്ക് ഒരു നല്ല പൊസിഷൻ പോയിന്റ് ആണ് ഇനി അവർക്ക് വേണ്ടുന്നത്. കിൽ പോയിന്റിന്റെ ആവശ്യം അവർക്കില്ല. നല്ലൊരു പൊസിഷൻ പോയിന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പക്ഷെ OG അടിച്ചു. പൊസിഷൻ പോയിന്റ് ഒരു കുന്തവും വേണ്ട, ഞങ്ങൾക്ക് അടിച്ചെടുത്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് അടിച്ചത്. ഒരുത്തും തലയിൽ താഴെ വീണ് ചത്തു. ചാക്കോച്ചി ചത്തു. എന്തൊക്കെ പേരിട്ട് ആരെക്കാട്ടിൽ ചാക്കോച്ചി. ആദ്യത്തെ ദിവസം 3 മാച്ച് ജൂഡിനെ കണ്ടവിടെ. ജൂഡിന് നല്ല ടാഗ് കൊടുക്കുന്നു. ടോക്കിയോയുടെ മെമ്പേഴ്സ് അവിടെ ജൂഡ് തിരിച്ചു പോകുന്നു. അവർ അഗ്രസീവായിട്ട് അവർ കൗണ്ട് അറിയാത്തത് കൊണ്ട് ഫൈറ്റ് എടുക്കണോ വേണ്ട എന്നുള്ള ഒരു ടെൻഷനിലായിരിക്കും. കില്ലോ അവിടുന്ന് നല്ല ടാഗ് കൊടുക്കുന്നുണ്ട്. TVA ട്രൈങ് ടു ഗെറ്റ് ഇൻസൈഡ് ദ സോൺ. പക്ഷെ അവർ ഓൾറെഡി ബിൽഡിങ്ങിന് മടക്കി MYA അവിടെ എത്തിയിട്ടുണ്ട്. MYA വേഴ്സസ് ടോക്കിയോ വേഴ്സസ് TVA. ബിൽഡിങ്ങിന് മണ്ടയ്ക്ക് ആരാ? CID. നല്ലൊരു പൊസിഷനിൽ CID കയറി. പറയാതിരിക്കാൻ വയ്യ. അടിപൊളി കളി ഫ്രം CID. ആൻഡ് ടോക്കിയോ ഇവിടെ ഡീമൻ ഇവിടെ ഒറ്റയ്ക്കായിട്ടുണ്ട്. അവിടെ ടോക്കിയോ വാറ്റ് ഗോഗോടെ ഡൗൺ ആയി, നോക്കായി. വാറ്റ് ഗോഗുനെ അവിടെ ഡീമൻ അവിടെ തിരിച്ചൊരു നോക്കിട്ടു. ലോലൻ അവിടെ നോക്കിട്ടു. ആൻഡ് സോൺ വന്നു. ഒന്നും ചെയ്യാനില്ല ഇനി. സോൺ നോക്കി കളിക്കണമായിരുന്നു. സോൺ TVക്ക് നല്ല പണി കൊടുക്കാനുള്ള ചാൻസസ് ഉണ്ട്. TVക്ക് അകത്തോട്ട് MYA അകത്തോട്ട് വരുന്നു. MYA ഡീമൻ എന്റെ അമ്മോ. MYA അവിടെ അടിച്ച് വൈപ്പാക്കിയിരിക്കുന്നു TVയെ. TVA ഓപ്പണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാനില്ല. ആൻഡ് അപ്പുക്കുട്ടൻ അവിടെ CID അപ്പുക്കുട്ടൻ അവിടെ നോക്ക് ഫിനിഷ് ആയി. അവർക്ക് ഒന്നും ചെയ്യാനില്ല. ഓപ്പണിൽ ചാവുക എന്നുള്ളൊരു ഓപ്ഷൻ അല്ലാതെ വേറെ ഒന്നും അവർക്ക് ചെയ്യാനില്ല. സോണിലേക്ക് കുറച്ചുകൂടെ നേരത്തെ എൻ്റർ ചെയ്യേണ്ടതായിരുന്നു. സോണിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയില്ല. നല്ലൊരു ഡീമൻ അവിടെ നോക്കായി. കില്ലോ അവിടെ നോക്കായി. CID പ്രിൻസസ് ആണ് 2 നോക്ക് അവിടെ എടുത്തിരിക്കുന്നത്. 2 പേര് മാത്രം ബാക്കി. 4 ടീം സ്റ്റിൽ അലൈവാണ്. പൊസിഷൻ പോയിന്റ്സ് എങ്കിലും എടുത്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് TVയെ കളിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. CIDയുടെ നല്ലൊരു കംബാക്ക് എന്ന് പറയണം. നല്ല രീതിയിൽ സോൺ കയറി അവര് ഇതാക്കി.
ഇസഡമ്മിലെ പാച്ചുമോൻ ദാ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട്, പാത്തിരിപ്പുണ്ട് പാച്ചുമോന്റെ മുമ്പിലോട്ടാണ് അമ്പത്തൂർ സിംഗം ചെന്നത്. അമ്പത്തൂരിനെ അടിച്ചുറക്കുന്നു, അമ്പത്തൂരിനെ അടിക്കുന്നു. ബോബോയുടെ കയ്യിൽ കണ്ണില്ല, ബോബോയുടെ കയ്യിൽ കണ്ണ് വന്നിട്ടില്ല. ഓ അവിടെ എന്താണ് നടക്കുന്നത്? ഓ സ്വന്തം ടീമിനെ അടിച്ചിട്ടു പാച്ചുമോൻ നിന്ന് 2. അമ്പത്തൂർ സിംഗം ഒരു ആ 1v1 എടുത്തിരിക്കുകയാണ്. അമ്പത്തൂർ എടുത്തിരിക്കുന്നു. ആൻഡ് BM-ന്റെ നല്ലൊരു BM ആ 2 പേരെ വെച്ച് #3 എത്തിയിരിക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ സോൺ ആണ്. ആൻഡ് BM vs CID നടക്കുന്നു. #2 എത്താനുള്ള ചാൻസ് ഉണ്ടോ? CID അവിടെ BM-നെ അടിച്ചു. ഓ പൂച്ച അവിടെ CID പ്രിൻസസിനെ അടിച്ചുറക്കിയിരിക്കുന്നു. താഴെ ചാടിയ CID പ്രിൻസസിനെ പൂച്ച അടിച്ചിരിക്കുന്നു. ആൻഡ് 2 പേര് മാത്രം ബാക്കി. 3 ടീമും 12 പേരുമാണ് എലൈവ് ആയിട്ടുള്ളത്. 3 ടീമും. അതിൽ CIDക്കാണ് മാൻ അഡ്വാൻറ്റേജ്. 1 2 3 4 5 6 7 8 9 പേര്, TV 2 പേര്, BM ഒരാള്. നല്ല ടാഗ് കിട്ടുന്നുണ്ട് ബോബോയ്ക്ക്. ബോബോയുടെ കയ്യിൽ ഹീലബിൾസ് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ ബോബോയ് ആൻഡ് വൈബ്ഡ് #3 ആയിരിക്കുന്നു TVA. അവര് സോൺ ഔട്ട് ആണ്, കില്ല് കൊടുത്തില്ല. #3 ആയിരിക്കുന്നു TVA. BM-ന്റെ അത്രയും മാൻ ഡിസഡ്വാൻറ്റേജില് അവര് 2 പേര് നിന്ന് #2 എടുത്തു കൊടുത്തിരിക്കുന്നു. ഓ പൂച്ചയുടെ അടുത്തൊരു നോക്ക്. ഓ CID getting #1 with 5 kill. 5 കില്ലോട് കൂടിയാണ് CID #1 എടുത്തിരിക്കുന്നത്. സോ ഫൈനൽ മാച്ച് ഇവിടെ തീരുന്നു. നമുക്ക് പോയിന്റ് ടേബിൾ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ TVA വിത്ത് 18 kill and 23 points സെക്യൂർ ചെയ്തിട്ടുണ്ട്. TVA ആണ് #1 വന്നിരിക്കുന്നത്. പോയിന്റിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് TVA ആണ്. 18 കില്ലും അതുപോലെ തന്നെ 5 പ്ലേസ്മെന്റ് പോയിന്റുമായിട്ട് 23 പോയിന്റ്സ് ആയിട്ട് #3 എത്തിയിട്ടുണ്ട് TVA.